നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ണിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. കണ്ണ് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികൾക്ക് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് ശക്തി കിട്ടും. പിന്നെ നമ്മൾ പ്രതിപാദിച്ചത് നാവിനെക്കുറിച്ചാണ്. നാവിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ, മോശമായതൊന്നും പറയരുത്. ഇത് നമ്മളൊരു വ്രതമായി സൂക്ഷിക്കണം. നല്ലത് മാത്രം പറയുന്ന ഒരു സ്വഭാവം അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളോട് മറ്റുള്ളവർക്ക് വൈരാഗ്യമോ വിഷമമോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടാവും. ഞാൻ നല്ലത് മാത്രമേ പറയുകയുള്ളൂ, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിർദ്ദേശിക്കുകയുള്ളൂ, പറയുകയുള്ളൂ. ഇത് വളരെ നല്ല ഒരു ഹാബിറ്റാണ്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ണുകളെ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക, നാവിനെ നല്ലത് മാത്രം പറയാൻ ഉപയോഗിക്കുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ഒരു ഇമേജ് ഉള്ളവരായി മാറും, വളരെ വലിയ ഇമേജ് ഉള്ളവരായി മാറും. അവർക്ക് സഹായമൊന്നും ചെയ്തു കൊടുത്തില്ല എങ്കിൽ പോലും, ഇനി എത്ര സഹായം ചെയ്തു കൊടുത്തിട്ടും നിങ്ങൾ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്താൽ ആ നല്ല കാര്യം ചെയ്തതിൻ്റെ ഫലം അതോടുകൂടി പോവുകയും ചെയ്യും. ഇന്ന് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നാവിലൂടെ അകത്തേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. യേശു പറഞ്ഞതായി ഞാൻ സൂചിപ്പിച്ചു, അകത്തേക്ക് പോകുന്നതിനെ കൊണ്ടല്ല, പുറത്തേക്ക് വരുന്നതിനെ കൊണ്ടാണ് ഒരുത്തൻ അശുദ്ധനാകുന്നത് എന്നൊക്കെ. അവിടെ എന്ത് ഭക്ഷണവും കഴിക്കാം എന്ന് യേശു പറഞ്ഞു വച്ചിട്ടില്ല. ചിലരങ്ങനെ പറയുന്നു, ശരിയല്ല. അവിടെ യേശു ഒരു റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുകയായിരുന്നു. അകത്തേക്ക് പോകുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് പ്രാധാന്യമേറിയതാണ് വായിലൂടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് എന്ന്. പരുഷമായ വാക്ക് അത് ക്രോധം ആളിക്കത്തിക്കും. സൗമ്യമായ വാക്ക് ക്രോധം ശമിപ്പിക്കുകയും ചെയ്യും. പരുഷമായ വാക്ക് തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണെങ്കിൽ സൗമ്യമായ വാക്ക് തീയിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. ഈ ആശയമാണ് യേശു അവിടെ പറഞ്ഞു വെച്ചത്. അല്ലാതെ എന്തും തിന്നോളൂ എന്നല്ല. ഭക്ഷണക്കാര്യത്തിൽ നമ്മുടെ മക്കൾക്ക് പറയേണ്ട എല്ലാവർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പല അഡ്വർടൈസ്മെൻറ്റുകളും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കതൊക്കെ വാങ്ങി കഴിക്കണമെന്ന് തോന്നും. പുതിയ പുതിയ ഹോട്ടലുകൾ, പുതിയ പുതിയ സാധന ഐറ്റംസ്, അതിനൊക്കെ ഓരോ പേരുകളും കൊടുത്ത്, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കണമെന്ന് തോന്നും. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ലല്ലോ. എന്തൊക്കെ ചേരുവകളാണ് അതിനകത്തുള്ളത് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ഒരു സാമ്പാർ, അതിലാണ് നമുക്കറിയാം ഇന്ന സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇഡ്ഡലി തിന്നു, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഏകദേശം അറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന മുളക്, മഞ്ഞൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലും ഇപ്പോൾ മായം ചേർത്തും വരുന്നുണ്ട്. ലാഭേച്ഛയാണ് എല്ലാ വ്യാപാരികളെയും എന്ന് പറയില്ല, ഒരു നല്ല ശതമാനം വ്യാപാരികളെയും നിയന്ത്രിക്കുന്നത് ലാഭേച്ഛയാണ്. ഇത് ഉപയോഗിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവരൊന്നും ചിന്തിക്കുന്നില്ല, അവർ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കൺവെൻഷനലായിട്ടുള്ള ഫുഡ്, ചോറും സാമ്പാറും, ചോറിന് തന്നെ പലതരത്തിലും അരി കളർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അരിക്ക് കളറ് കിട്ടാൻ പല വിധത്തിലുള്ള കെമിക്കൽസ് ചേർക്കുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്റ്റോറിൽ, മഴക്കാലത്താണ്, സ്റ്റോറിൽ കുറച്ച് അരി ശേഖരിച്ച് വെച്ചിരുന്നു. അപ്പോൾ മഴ പെയ്ത് ഒരു ഓവർഫ്ലോ വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴുകി അങ്ങനെ ആ സ്റ്റോറിൻ്റെ അവിടേക്ക് എത്തി. അതിൻ്റെ അടിഭാഗം നനച്ചു. അത് അടിയിലിരിക്കുന്ന ചാക്കിന്മേൽ ആ നനവ് പറ്റി. വൈകുന്നേരമായപ്പോഴേക്കും ആ ചാക്കിന് തന്നെ മുഴുവൻ ഒരു ചുവപ്പ് നിറമുണ്ടായി. അരി മുഴുവൻ ചുവപ്പ് നിറം. അപ്പോൾ എന്തോ കെമിക്കലായിരുന്നു. അത് നമ്മൾ വാങ്ങുന്ന അരിയിൽ പോലും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ കെമിക്കൽ നമുക്കറിയില്ല. നമ്മൾ ആ ചാക്ക് അരി അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ അരിയിൽ പോലും പല വിധത്തിലുള്ള കളറിങ് മെറ്റീരിയൽസും ഒക്കെ ചേർക്കുന്നു. ഇതെല്ലാം ശരീരത്തിന് ഹാനികരമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഇനിയുള്ളത് നമ്മൾ കഴിക്കുന്ന മറ്റ് വസ്തുക്കളാണ്, ഭക്ഷണ സാധനങ്ങളാണ്. അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ട് വാങ്ങി കഴിക്കുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുന്നത്? രുചിക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ പഴക്കമുള്ളതായിരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത്. നമ്മുടെ മക്കൾ പലരും ഹോട്ടൽ ഫുഡിന് വേണ്ടി ഓടി നടക്കുകയാണ്. ചൈനീസ് ഫുഡ്, അതൊക്കെ വളരെ അപകടകരമായ സാധനങ്ങളാണ്. അതിനകത്ത് അജീനോമോട്ടോ എന്ന് പറയുന്നൊരു സാധനം ചേർക്കും. അത് ശരീരത്തിന് വളരെ ഹാനികരമാണ്. മുമ്പ് അത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നുമില്ല. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിയാൽ അവിടെയുമില്ല. അതൊക്കെ ബോധപൂർവം അതൊക്കെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ആ സൈറ്റിലൊക്കെ അത് ബോധപൂർവം ഹൈഡ് ചെയ്തിരിക്കുക. അതിൻ്റെ വശങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല. കമേഴ്സ്യൽ ഇൻട്രസ്റ്റാണ്, പ്രോഫിറ്റ് മോട്ടീവാണ് അവിടെയൊക്കെ നടക്കുന്നത്. നമ്മുടെ മക്കളെ എപ്പോഴും ഈ ചിന്താഗതി നിയന്ത്രിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ സാധനങ്ങളും വേണം. സ്കൂളിൽ ആരെങ്കിലും പറയും ഞങ്ങൾ അവിടെ പോയി ആ ഹോട്ടലിൽ പോയി അത് കഴിച്ചു, ഈ ഹോട്ടലിൽ പോയി ഇത് കഴിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് പറയുകയാണ്, അവർ നിർബന്ധിതരാകുകയാണ്. പക്ഷെ മാതാപിതാക്കൾ അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മോളെ ഇന്ന പ്രശ്നമുണ്ട്, അതിന് നമുക്ക് ആ സാധനം വീട്ടിലുണ്ടാക്കി കഴിക്കാം. വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ അതിനകത്ത് മാലിന്യങ്ങളുണ്ടാവില്ല, ശരീരത്തിന് ഹാനികരമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും കഴിച്ചാൽ വലിയ അപകടം ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ 1, 2, 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ അതിനോട് നമുക്കൊരു ആസക്തി വന്നുപെടും. ആസക്തി എന്ന് പറയുന്നത് എന്താണ്? അനിയന്ത്രിതമായ ഒരു ആഗ്രഹമാണ്. ആ ആസക്തി വന്നുപെട്ടാൽ മാതാപിതാക്കൾ വാങ്ങി തന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി, അത് കട്ടട്ടാവാം, സ്വന്തം വീട്ടിൽ നിന്ന് കട്ടട്ടാവാം, പുറത്തുനിന്ന് കട്ടട്ടാവാം, പൈസ ഉണ്ടാക്കി അറിയാതെ കൂട്ടുകാരുമായി പോയി, വീട്ടുകാരറിയാതെ കൂട്ടുകാരുമായി പോയി അത് വാങ്ങി തിന്ന്, അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. കാരണം സമയത്തിന് വീട്ടിൽ വന്നില്ലെങ്കിൽ എന്താണെന്ന് അന്വേഷിക്കും. ഇപ്പോൾ വല്ല നുണ പറയണം, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, അങ്ങനെ നുണ പറയണം. അല്ലെങ്കിലോ ക്ലാസ്സിൻ്റെ സമയത്ത് കട്ട് ചെയ്ത് പോകണം. ഇതൊക്കെ വാസ്തവത്തിൽ വലിയ അപകടകാരികളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് പലരും വലിയ തിന്മകളിലേക്ക് ചെന്ന് പെടുന്നത്. ഇതിൻ്റെ കൂടെ അടുത്ത സ്റ്റേജായിട്ട് കുറേശ്ശെ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം ഇതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ മദ്യവും വിളമ്പുന്നുണ്ടാവും. ആദ്യം വീര്യമില്ലാത്ത മദ്യമാവും ചിലപ്പോൾ കഴിച്ചു നോക്കുക. മറ്റുള്ളവർ നിർബന്ധിക്കുമ്പോൾ വീര്യമില്ലാത്തത് ആദ്യം ഒന്ന് കഴിച്ചു നോക്കി. നല്ല കുട്ടിയായിരിക്കും, വീട്ടിലെ അപ്പൻ്റെ അമ്മയൊക്കെ ഓമനപുത്രൻ. പക്ഷേ കൂട്ടുകാരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയും, കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസിനെ തുടർന്ന് അവനെ പോയി എന്തെങ്കിലും അത് കഴിച്ചു. വീര്യമില്ലാത്ത കഴിക്കണമെന്ന് പറഞ്ഞു. ആദ്യം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. 2 ദിവസം 4 ദിവസം കഴിയുമ്പോൾ അവൻ ബാറിൽ തന്നെ കയറും, മദ്യം തന്നെ സേവിക്കും. ഇങ്ങനെയൊക്കെ പോകും.
ഇതിൻ്റെ ഒപ്പം പോകുന്നതാണ് കഞ്ചാവ് മുതലായ സാധനങ്ങൾ, ഒക്കെ നാവിലൂടെ വരുന്നതാണ്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് മുതലായവ. ലഹരിക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് കുട്ടികളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ അപകടകാരികളായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അവർക്ക് ഇതിനെപ്പറ്റി ബോധ്യം ഉണ്ടാവണം. അവർ ധാരാളം വായിക്കണം. ഇപ്പോഴത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. അത് വായിക്കാൻ മെനക്കെടാത്ത മാതാപിതാക്കളാണ് അധികവും. ഇത്തരം കാര്യങ്ങളൊന്നും വായിക്കണില്ല. കുറച്ച് നാളുകൾ മുമ്പ് എൻ്റെ അടുത്ത് പട്ടണത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കാർ പാർക്കിങ്ങിന് തരുമോ എന്ന് ചോദിക്കാനായിട്ട് ഒരു കൂട്ടർ വന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. അപ്പം ഞാൻ അവരോട് എൻ്റെ കിച്ചണൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നിങ്ങൾ അതിൽ 1-2 ഐറ്റംസ് വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാനാണ് അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവർ ഒരു ഏകദേശം 2 മണിക്കൂർ ഒരുമിച്ച് കഴിച്ചു കൂട്ടിയപ്പോൾ അവർക്ക് എന്നോട് പ്രത്യേക എന്തോ ഒരു താല്പര്യം തോന്നി. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ ഭക്ഷണ സാധനങ്ങൾ അത് മലേഷ്യൻ കൂട്ടൊക്കെയാണെന്ന് പറഞ്ഞു. എന്തോ പ്രത്യേകത. അവരവിടെയാണ് അത് ചെയ്തിരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ വന്ന് ചെയ്യുകയാണ്. ആ സാധനങ്ങൾ കുറച്ച് കാലം അടുപ്പിച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും ദ്രോഹം ഉണ്ടാവും. പക്ഷെ ആ ദ്രോഹം 10 കൊല്ലം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. സ്ലോലി അറ്റാക്കിംഗ് ആണ് എന്ന് അവർ പറയുകയായിരുന്നു. എനിക്ക് തോന്നി അവർ നല്ല മക്കളാണ്. കാരണം ഞാൻ തെറ്റായ രീതിയിൽ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ട്. ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല. ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ പുതിയ പുതിയ ഭക്ഷണം കൊടുത്താൽ സന്തോഷമായി. പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല തീറ്റ കൊടുത്താൽ അവർക്കൊക്കെ സന്തോഷമായി. അത്തരത്തിലുള്ളൊരവസരത്തിൽ നമ്മൾ നോക്കുകയാണ്, കുറേ കൂടി നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കാൻ പറ്റുമോ. അജിനോമോട്ടോ മുതലായ സാധനങ്ങളൊന്നും ചേർക്കാതെ അവിടുന്ന് മേടിച്ചാൽ അതുണ്ടാവും. അവരിവിടെ വന്ന് ഉണ്ടാക്കിയാൽ അതുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവരെ അതിനു വേണ്ടി ക്ഷണിച്ചത്. അപ്പോൾ അവർ കൃത്യമായി പറയുകയായിരുന്നു. സത്യസന്ധരായ 2 യുവാക്കളാണവർ. നമ്മുടെ മക്കൾ എത്ര പേരാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ പിന്നാലെ പോയി കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. ഇവർക്കൊക്കെ വേറെ വല്ല ഇൻക്ലിനേഷൻസൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ലൈംഗിക മേഖലയിൽ ഏതെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക പോലും ചെയ്യും. അവരുടെ ശരീരം മാത്രമല്ല, അവരുടെ ആത്മാവ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ ആൻ്റണി പുറത്തൂർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പ്രയർ മീറ്റിങ്ങിന് വന്നു. അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം വ്യാഖ്യാനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ ഭക്ഷണം ഈ മരണത്തിലേക്ക് പോലും നയിക്കാം എന്ന്. നിങ്ങളങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് മരണം അടഞ്ഞ എത്രയോ പേരെക്കുറിച്ച് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നു. ആ ഐറ്റംസിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അതേക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ബിഷപ്പ് ഹൗസിലാണ് താമസിക്കുന്നത്. അന്ന് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ അദ്ദേഹം ഊണ് കഴിഞ്ഞ്, അവരെല്ലാവരും കൂടി ഊണ് കഴിഞ്ഞ് ഭക്ഷണ മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു തവള ചാടി വരുന്നു. അപ്പോൾ അവർ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ഈ തവളയുടെ പിന്നാലെ ഒരു പാമ്പും വരുന്നുണ്ട്. ആ പാമ്പ് ആ തവളയെ എവിടെയോ വെച്ച് കണ്ട് അത് തവള പോണേൻ്റെ പുറകെ അനുധാവനം ചെയ്തു വന്നതാണ്. അങ്ങനെ ഇത് പാമ്പ് വരുന്നത് കണ്ടപ്പോൾ അച്ഛന്മാർ ഒരു വടിയെടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്നു. അപ്പോൾ ആ പാമ്പിൻ്റെ അന്ത്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ഭക്ഷണത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഭക്ഷണത്തിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അന്ത്യങ്ങൾ തന്നെ ഉണ്ടാകുന്നു. ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിയുന്നത് നമ്മുടെ വീട്ടുകളിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹോട്ടലുകാരൊക്കെ വിഷമത്തിലായി പോകില്ലേ എന്ന്. ഇതൊന്നും ചിന്തിക്കാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവർ എങ്കിലും ഭക്ഷണം കഴിയുന്നതും പുറത്തു നിന്ന് കഴിക്കാതെ നോക്കുക. വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുക. അതിനകത്തൊന്നും വലിയ പ്രയാസമില്ല. ഇനി ഒരു ദിവസം സ്റ്റാർവ് ചെയ്തതുകൊണ്ട് മരണം സംഭവിക്കില്ല. എത്ര പേരാണ് എത്രയോ ദിവസങ്ങൾ നിരാഹാരം കിടക്കുന്നത്. ശരിക്കുള്ള നിരാഹാരം കിടക്കുന്നവരുമുണ്ട്. അവർ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും മരിച്ചു പോകുന്നില്ലല്ലോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണം കുറവ് കഴിക്കുക എന്നുള്ളതാണ്. എത്രയോ ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ സാധനങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ഹോട്ടലുകളിൽ അങ്ങനെയാണ്, അവർ വേസ്റ്റാക്കി കളയില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു നേരം ഉണ്ടാക്കിയ ഭക്ഷണം അടുത്ത നേരത്തേക്ക് കൊടുക്കില്ല. അത് വേറെ തരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. ഏതാനും സന്നദ്ധ സംഘടനകളുണ്ട്. അവർ 2 നേരം വന്ന് ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി എല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് ഭദ്രമായിട്ട് കേടുകൂടാതെ സൂക്ഷിക്കും. അതെടുത്തു കൊണ്ടുപോയി ആശുപത്രികളിൽ, അങ്ങനെ അനാഥശാലകളിൽ ഒക്കെ ഭക്ഷണം കിട്ടാതെ കഴിയുന്ന ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. ഹോട്ടലുകളിലൊന്നും അങ്ങനെ ചെയ്യില്ല. അവർ ഒരു സാധനം ബാക്കി വന്നാൽ വേറെ ഒന്നാക്കി. അപ്പം ഞാൻ കുട്ടികളോട് പറയും, ഇങ്ങനെ മക്കളെ, നോൺ വെജിറ്റേറിയൻ ഒരിക്കലും ഹോട്ടലിൽ നിന്ന് കഴിക്കരുത്. അത് കഴിച്ചാൽ എത്ര ദിവസം പഴക്കമുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കോഴിയിറച്ചി റോസ്റ്റ് ചെയ്തത് ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അങ്ങനെയാണല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ കഴിക്കുക. വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവില്ല. ചോറ് ബാക്കി വന്നാൽ പിറ്റേ ദിവസം അരച്ച് ഇഡ്ഡലിയാക്കി, ഇഡ്ഡലി ബാക്കി വന്നാൽ പിറ്റേ ദിവസം അത് കുത്തി നുറുക്കി ഉപ്പുമാവാക്കി. അതിനപ്പുറത്തേക്ക് കൺവെർഷൻ പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 3 ദിവസത്തിലധികം പഴക്കമുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ കഴിച്ചോളൂ, കഴിക്കുകയാണെങ്കിൽ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ ഞാനിങ്ങനെ കാണുകയാണ്, കുട്ടികൾ പലരും എന്ത് ചെയ്യണമെന്നറിയാമോ? വീട്ടുകാർ വരുമ്പോൾ ഓരോന്ന് പറഞ്ഞയക്കുകയാണ്, അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ. ഹോസ്റ്റലിലെ നിയമം തന്നെയുണ്ട്, പുറമേ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കരുത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം ഞാൻ ഉണ്ടാക്കി തരാം, ഇതാണ് അവരോട് പറയുന്നത്. എന്നാലും മാതാപിതാക്കളും കൂട്ടു നിൽക്കുകയാണ്. ആരും അറിയാതെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നു, ആരും അറിയാതെ. അതുകൊണ്ട് ഇവർ കൊണ്ടുപോയിട്ട് മുറിയിൽ വെച്ചു. ആ മുറിയിൽ വെച്ചിട്ടുള്ള ദിവസം എന്താ പ്രത്യേകത? പഠനത്തിൽ ശ്രദ്ധയുണ്ടാവില്ല. ഇത് എപ്പോഴാണ് എടുത്ത് കഴിക്കാൻ പറ്റുക? വാർഡൻ കാണാതെ എപ്പോഴാണ് എടുത്ത് കഴിക്കാൻ പറ്റുക? ഭക്ഷണത്തോടുള്ള ആ അമിതമായ ആസക്തിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി അനേക വർഷം ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവം നമ്മളെ അതിന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും.